हरे कृष्णा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सहगणललितां श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तु ते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा राम राम हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा राम राम हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് ഞാന് അമരേന്ദ്രദാസ് പ്രഭുവിന്റെ ആം, ഒരു ക്ലാസ് കേട്ടിട്ട് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് മനുഷ്യ ജന്മം കിട്ടുന്നത് എത്ര ദുർലഭമായിട്ടുള്ള കാര്യമാണെന്നുള്ള ഒരു ക്ലാസ് ആണ്. ദ റെയർ ഫോം ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പൊ അതിനെ പറ്റി ഉള്ള ക്ലാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോ നമുക്കറിയാം, നമ്മള് കുറെ പേരും വിചാരിച്ചിരിക്കുന്നത് മനുഷ്യജന്മം കിട്ടാൻ ഭയങ്കര ദുർലഭമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ കിട്ടാൻ ഭയങ്കര ഈസി ആണെന്നാണ്. അതായത് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാല് കുറെ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ അച്ഛന്, നമ്മുടെ അമ്മ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള്, അല്ലെങ്കിൽ വേറെ വേറെ ഭാഷ സംസാരിക്കുന്നത്, അവരെല്ലാരും മനുഷ്യർ. നമ്മൾ കൂടുതലും ചുറ്റും കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരാണ്. അപ്പോ നമുക്കൊരു ധാരണ കാണും, അതായത് മനുഷ്യന് ആവുന്നത് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് മനുഷ്യനാവാം എന്നാണ് കൂടുതൽ ആൾക്കാരുടെയും ചിന്ത. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ വേൾഡിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെ 7 ബില്യൺ ആണ്. അത്രയുമാണ് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ തന്നെ. പക്ഷേ നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മനുഷ്യജന്മം കിട്ടുന്നത് എത്ര ദുർലഭമാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഭാഗവതം ഉള്ളവര് ശ്രീമദ് ഭാഗവതത്തിനകത്തെ 11ാമത്തെ സ്കാൻഡോ 9ാമത്തെ ചാപ്റ്റർ 29ാമത്തെ ശ്ലോകം, അതാണ് പ്രഭു അതിനകത്ത് കോട്ട് ചെയ്യുന്നത്. 11ാമത്തെ അധ്യായം 11 സ്കന്ധം 11 9ാമത്തെ അധ്യായം 29ാമത്തെ ശ്ലോകം. ഓക്കെ. ആ ശ്ലോകം ഇങ്ങനാണ്: ലബ്ധ്വാസു ദുർലഭമിദം ബഹു സംഭവാന്തെ മാനുഷ്യമർത്ഥതമനിത്യമപീഹ ധീരഃ തൂർണം യതേതനപതേ തനു മൃത്യുയാവൻ നിശ്രേയസായ വിഷയ കലു സർവതസ്യാത്. അതായത്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ പറ്റത്തില്ല. ഞാൻ എന്റെ ഓരോ അർത്ഥം പറയാം. ഭാഗവതം ഉള്ളവര് അതെടുക്കുക. ലബ്ധ്വ എന്ന് വെച്ചാൽ എന്താ? കിട്ടുക എന്നുള്ളതാണ്. ടു ഒപ്റ്റെയിൻ, കിട്ടുക. ലബ്ധ്വ സുദുർലഭം. ദുർലഭം എന്ന് വെച്ചാൽ കിട്ടാൻ പാടെന്നുള്ളതാണ്. അപ്പൊ സുദുർലഭം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും പാടാണ് കിട്ടാൻ. അപ്പൊ ലബ്ധ്വ സുദുർലഭം, അതായത് കിട്ടാൻ ഭയങ്കര പാടായിട്ടുള്ള
കിട്ടാൻ ഭയങ്കര പാടുള്ളത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബഹുസംഭവാന്തെ, അതായത് എന്ന് വെച്ചാൽ നമ്മുടെ ബഹുസംഭവാന്തെ എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ അവസാനത്തിൽ നമുക്ക് കിട്ടാൻ പാടുള്ളത്. അതായത് അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ, പത്മപുരാണത്തില് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യജന്മം ഒരു ആത്മാവിന് കിട്ടുന്നതെന്ന്, എത്ര ശരീരം എടുത്തിട്ടാണ് അവസാനമായിട്ട് ഒരു മനുഷ്യജന്മം കിട്ടുന്നതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ആത്മാവ് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം 9 ലക്ഷം ഈ മത്സ്യങ്ങളുണ്ടല്ലോ, ഈ വെള്ളത്തിൽ ജീവിക്കുന്ന 9 ലക്ഷം തരത്തിലുള്ള സ്പീഷീസ്, തരത്തിലുള്ള എന്താണ് ജീവികളാണുള്ളത്. 9 ലക്ഷം. അപ്പൊ ഒരു ആത്മാവ് ആദ്യം ഈ 9 ലക്ഷം ഈ എന്താണ് മത്സ്യം, അതുങ്ങളുടെ സ്പീഷീസിൽ ആദ്യം ജന്മമെടുക്കും. ഈ 9 ലക്ഷം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അക്വാറ്റിക്സ്, ഈ എന്താണ് മത്സ്യം പോലുള്ള ഈ എന്താണ് ജീവികളുടെ ശരീരം സ്വീകരിച്ച്, ഈ 9 ലക്ഷം ശരീരം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് 20 ലക്ഷം തരത്തിലുള്ള മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മരങ്ങളായിട്ട് ആ മരങ്ങളുടെ എന്താണ് ശരീരം സ്വീകരിക്കും. അപ്പൊ എത്രയായി? 29 ലക്ഷം. അത് കഴിഞ്ഞിട്ട് 11 ലക്ഷം അത്രയും എന്താണ് ഇൻസെക്റ്റുകൾ, അതായത് ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കുറച്ച് പ്രാണികളെ ഉള്ളു, അതായത് പാറ്റ, പല്ലി, അതുപോലെ 11 ലക്ഷം ഉണ്ട്. അങ്ങനെ ഈ 11 ലക്ഷം മൃഗങ്ങളുടെ ശരീരം സ്വീകരിക്കും. അപ്പൊ എത്രയായി? 9 ലക്ഷം അക്വാറ്റിക്സ്, അതിൻ്റെ കൂടെ 20 ലക്ഷം മരങ്ങള്, പിന്നെ 11 ലക്ഷം ഇൻസെക്റ്റുകൾ. അപ്പൊ 40 ലക്ഷമായി. അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എന്താണ് ബേർഡ്സ് അല്ല എന്താണ് പക്ഷികളുടെ ജന്മമാണ് എടുക്കുന്നത്. അങ്ങനെ 10 ലക്ഷം തരത്തിലോളം പക്ഷികളുണ്ട്. അത്രയും പക്ഷികൾ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ഈ എന്താണ് പൂച്ച, പട്ടി എന്നുള്ള രീതിയിൽ 30 ലക്ഷം ആനിമൽസ് ഉണ്ട്. അങ്ങനെ 30 ലക്ഷം ആനിമൽസ്, അത്രയും ആനിമൽസിന്റെ ബോഡിയിൽ നമ്മൾ സോളായിട്ട് കയറും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനമാണ്, അതായത് ഇപ്പം 9 ലക്ഷം അക്വാറ്റിക്സ് നമ്മള് ഒരു എന്താണ് ആത്മാവ് 9 ലക്ഷം എന്താണ് അക്വാറ്റിക്സിന്റെ ബോഡി സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ട് 20 ലക്ഷം മരങ്ങളുടെ സ്പീഷീസ് ഉണ്ട്. അപ്പൊ 29 ലക്ഷമായി. അതിൻ്റെ കൂടെ പ്രാണികള് 11 ലക്ഷമുണ്ട്. അപ്പൊ 40 ലക്ഷമായി. എന്നിട്ട് പക്ഷികള് 10 ലക്ഷമുണ്ട്. അപ്പൊ 40 + 10 50 ലക്ഷമായി. അത് കഴിഞ്ഞിട്ട് ആനിമൽസ് 50 + 30 ലക്ഷം ആനിമൽസിന്റെ സ്പീഷീസ് ഉണ്ട്. അപ്പൊ 30 എന്ന് പറയുമ്പോഴത്തേക്കും 80 ലക്ഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 4 ലക്ഷമാണ് ഹ്യൂമൻ സ്പീഷീസ് ഉള്ളത്. അതായത് ഹ്യൂമൻസിന്റെ ഇന്റലിജൻസിന്റെ ബേസിസിൽ 4 ലക്ഷം സ്പീഷീസ് ഉണ്ട്. അങ്ങനെ കിട്ടുന്നതാണ് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത്. അതായത് അപ്പോ ബഹുസംഭവാന്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ശരീരം എടുത്തതിന്റെ അവസാനമായിട്ടാണ് മനുഷ്യന്റെ ജന്മം കിട്ടുന്നത്. ഓക്കെ. അങ്ങനെ നമുക്ക് മനുഷ്യജന്മം കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കെല്ലാം ഇപ്പൊ മനുഷ്യജന്മം കിട്ടിയിരിക്കുകയാണ്. ഈ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ മനുഷ്യജന്മത്തില് നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ശ്ലോകത്തിലോട്ട് തിരിച്ചു പോവാണ്. അപ്പൊ ലബ്ധ്വ നമ്മൾ പറഞ്ഞു, ലബ്ധ്വ സുദുർലഭം, അതും നമ്മൾ പറഞ്ഞു. അതായത് ഭയങ്കര പാടാണ് കിട്ടാൻ. എന്തുകൊണ്ടാ ഭയങ്കര പാട് കിട്ടാൻ? ബഹുസംഭവാന്തെ, അതായത് ഇത്രയും നമ്മളിപ്പോ ജീവികളെ പറ്റി പറഞ്ഞു, ഇത്രയും ശരീരം സ്വീകരിച്ചതിന് അവസാനമായിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ഇനി ജന്മം കിട്ടിക്കഴിഞ്ഞാലോ അനിത്യം. നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. കുറച്ച് നാൾ മാത്രമേ നമുക്ക് ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അനിത്യം, അനിത്യമാണ്. എന്നിട്ട് പോലും നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചാൽ പോലും ഇത്രയും ടെമ്പററി ആണ്.
എന്നിട്ട് എന്താണ്, അപ്പോ വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ. അതുകൊണ്ട് യഥേത എന്ന് വെച്ചാൽ നമ്മള് ഭക്തി ചെയ്യാൻ, നമ്മള് എപ്പോഴും എപ്പോഴും ഭക്തി ചെയ്യാൻ നമുക്ക് താല്പര്യം കാണണം. നമ്മൾ എപ്പോഴും ഭക്തി ചെയ്യണം മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ. എപ്പോ ചെയ്യണം? തൂർണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, നമ്മുടെ മനുഷ്യജന്മം കിട്ടുന്നത് പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ടെമ്പററി ആണ്, പെർമനന്റ് അല്ല, എപ്പോഴും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഭക്തി ചെയ്യണം. ഈ ഭക്തി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ഇപ്പം നമ്മൾ ഭക്തി പെർഫോം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് വായിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. എപ്പോഴും ഒരു കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമ്മൾ ഭക്തി ചെയ്യണം? നിശ്രേയസായ എന്ന് വെച്ചാ, ശ്രേയസ് എന്ന് വെച്ചാൽ എന്താ? നല്ലൊരു ബെനിഫിറ്റ്, ഗുഡ്, നല്ലൊരു എന്താണ്, നല്ലത് വരാനായിട്ട്. എന്നുവെച്ചാൽ ഭഗവാന്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത്. അപ്പോ നമുക്ക് ശ്രേയസ് കിട്ടാൻ. നിശ്രേയസ് എന്ന് വെച്ചാൽ എന്താ? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ, ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട്. ഇനിയും നമ്മൾ ഭക്തി ചെയ്തു, ഓക്കെ, എത്ര നാള് ചെയ്യണം? ന പതേത് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ നമുക്ക് അത്രയും വയ്യാഴികയോ അങ്ങനെ അല്ലെങ്കിൽ മരിച്ചു പോകുന്നിടം വരെ നമ്മളത് ചെയ്യാം. ഓക്കെ, അനുമൃത്യു, ന പതേത് അനുമൃത്യു എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ അവസാന നിമിഷമൊക്കെ ചിലപ്പം നമുക്ക് എന്താണ് കഫമോ ഒക്കെ വന്ന് നമുക്ക് ചിലപ്പം ജപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വല്ലതും വരുന്ന ആ അവസ്ഥ വന്നാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കണം. ആ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മളത് ചെയ്യണം. ഇനിയും അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ മനുഷ്യജന്മം കിട്ടി, പക്ഷെ എന്നിട്ട് നമ്മൾ ഭക്തിയെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും? വിഷയ, അതായത് ഈ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന അല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ എന്താ കൂടുതലും ഇൻട്രസ്റ്റ് കാണിച്ച എന്ത് പറ്റും? കലു സർവത എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, ഇപ്പം നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചു. അപ്പൊ ഈ ആൾക്കാർ പറയല്ലോ, ഈ ഒരു കിട്ടുന്ന ഒരു ജന്മല്ലേ ഉള്ളൂ, നമ്മൾ മാക്സിമം ഉറങ്ങി കഴിച്ച് ഈ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് ജീവിച്ചൂടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവരുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയത്തില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ ചിന്തിച്ച് മാറ്റേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ നമ്മളെ ഈ മനുഷ്യനും ഈ മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം വരുത്തുന്നത് എങ്ങനെ തന്നെയാണ്? നമുക്ക് ഭക്തി ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ്. നമ്മളെ ആനിമൽസും ഹ്യൂമൻസും തമ്മിലുള്ള എന്താണ്, ആനിമൽസിൽ നിന്ന് ഈ ഹ്യൂമൻസിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ്. അപ്പൊ ഈ കുടിച്ച് കഴിച്ച് ഉറങ്ങി അത് ആനിമൽസും ചെയ്യും. എന്നാ പിന്നെ ഈ മനുഷ്യനായിട്ട് ജന്മം കിട്ടിയാൽ അതിന്റെ ഡ്യൂട്ടി അല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടും മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിലും നല്ലതൊരു മൃഗമായിട്ട് ജനിക്കുന്നതാ. ഈ ആനിമൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കഴിക്കും, കിടക്കും, എന്തൊക്കെയാ ചെയ്യുന്നത്? ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ്. അതും ഹ്യൂമൻസും ചെയ്യുന്നുണ്ട്, നമ്മൾ മനുഷ്യരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമുക്ക് ഭക്തി ചെയ്യാനുള്ള കഴിവാണ്. ആ ഒരു വിവേക ബുദ്ധിയാണ് നമ്മളെ ഇവരിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രഭു പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒരു പൈലറ്റ്, വിമാനം ഓടിക്കുന്ന ഒരു പൈലറ്റ്. അപ്പൊ ഈ പൈലറ്റ് ഒരു പൈലറ്റ് നമ്മൾ ഇപ്പം അറിയാലോ, നമ്മൾ റൺവേ കൂടെ കുറച്ചു നേരം ആ ഫ്ലൈറ്റ് ഓടിച്ചിട്ട് പിന്നെ ആ ഒരു സ്പീഡ് അത്രയും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടേക്ക് ഓഫ് ചെയ്യും ഫ്ലൈറ്റ്. അപ്പൊ ഇപ്പൊ ഒരു പൈലറ്റ് ഈ റൺവേ കൂടെ ഇങ്ങനെ കറങ്ങി ഓടിച്ചോണ്ടിരിക്കുക. കുറെ നേരമായിട്ട് ഈ റൺവേ കൂടെ ഈ പൈലറ്റ് ഇങ്ങനെ പതുക്കെ സ്ലോയില് ഈ പ്ലെയിൻ ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഈ എന്താണ്,
ബാക്കി ഇരുന്ന് ഇങ്ങനെ ക്യാപ്റ്റൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓഫീസർ ചിലപ്പോൾ ചോദിക്കും, ഈ ക്യാപ്റ്റന്റെ അടുത്ത് പറയും ടേക്ക് ഓഫ് ചെയ്യും, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും, എന്തിനാ ഇപ്പൊ കുറച്ചു നേരമായല്ലോ ഈ റൺവേ കൂടി ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ഈ പൈലറ്റ് പറയും, എനിക്ക് പേടിയാ ടേക്ക് ഓഫ് ചെയ്യാൻ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഓടിച്ചുകൊണ്ട് നടക്കട്ടെ, എനിക്ക് സത്യം പറഞ്ഞ ടേക്ക് ഓഫ് ചെയ്യാൻ പേടിയാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓഫീസർ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ എന്താണ് ഈ പൈലറ്റിന്റെ ലൈസൻസ് എനിക്ക് താ, എന്നിട്ട് വേറെ വണ്ടി വല്ലതും ഓടിച്ച് ഈ റോഡില് സാധാരണ റോഡിൽ ഓടിച്ചുകൊണ്ട് നടക്കും, അങ്ങനെ പറയും. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യനായിട്ട് നമ്മൾ ജനിച്ചിട്ട് ഭക്തി ചെയ്യാതെ സാധാരണ ഈ ആനിമൽസ്, ഈ മൃഗങ്ങൾ ചെയ്യുന്ന പോലെ കഴിച്ചും കുടിച്ചും കിടന്നും എന്താണ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യജന്മത്തിന്റെ അവസാനം നമ്മള് ഈ ആനിമൽ ആയിട്ട് ജനിക്കാനേ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളൂ. നമുക്ക് മനുഷ്യനായിട്ട് ജനിച്ച് ആ ഒരു ഡ്യൂട്ടി കൊണ്ടുപോകാനായിട്ട് നമുക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഈ പൈലറ്റിന്റെ എന്നിട്ട് ആ പൈലറ്റിന്റെ ലൈസൻസ് വാങ്ങിച്ചിട്ട് ഒരു സാധാരണ ഡ്രൈവേഴ്സ് ലൈസൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഇപ്പം ഒരു മനുഷ്യനായിട്ട് ജനിച്ച് ഈ ഭൗതിക വിഷയങ്ങളിലാണ് ആ മനുഷ്യൻ താല്പര്യം കാണിക്കുന്നതെങ്കിൽ ആ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ആ ഒരു ലൈസൻസ് തിരിച്ചു വാങ്ങി ഒരു ആനിമൽ ആയിട്ട് നീ ജനിച്ചോളാൻ പറയും. മനസ്സിലായി? അതായത് ഇപ്പം നമ്മുടെ ഈ പോളാർ ബെയർ ഒക്കെ ഉണ്ടല്ലോ, അത് കുറേ നാളാണ് കിടന്നുറങ്ങുന്നത്. അത്രയ്ക്ക് നമ്മള് മനുഷ്യനായിട്ട് ജനിച്ചിട്ട് അത്രയും കിടന്നുറങ്ങാൻ ഭയങ്കര എന്താണ് താല്പര്യമാണെങ്കിൽ എന്നാ പിന്നെ നെക്സ്റ്റ് ജന്മത്തിൽ നീ പോളാർ ബെയർ ആയിട്ട് ജനിച്ചോളാൻ ഭഗവാൻ തീരുമാനിക്കും. ഓക്കെ, അതുപോലാണ്. അതുകൊണ്ട് എന്താണ് ഇതിനകത്ത് എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചേ? മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ദുർലഭമാണ്. ഇപ്പം 4 ലക്ഷത്തോളം ഹ്യൂമൻസിന്റെ സ്പീഷീസ് ഉണ്ടെന്നാ പറഞ്ഞത്. ഇതിനകത്ത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധി കിട്ടി നമുക്ക് ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റുന്നെന്ന് പറയുന്നത് ഭയങ്കര ദുർലഭമാണ്. അതിന്റെ കൂടെ തന്നെ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം മനസ്സിൽ തോന്നുക എന്ന് പറയുന്നത് അതിലും പാടാണ്. എന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കാനും നമുക്ക് അത്രയും ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതെന്ന് പറയുന്നത് അതിലും പാടാണ്. എന്നിട്ട് നമ്മള് അതുകൊണ്ട് തന്നെ ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് ദുർലഭമാണ്. അതുകൊണ്ട് അത്രയും നമ്മൾ എന്താണ് ഈ മനുഷ്യജന്മം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ നമ്മള് ഭഗവാനെ കുറിച്ച് ധ്യാനിക്കണം എന്നുള്ളതാണ് എന്നാണ് ഇതിന്റെ ഒരു സാരം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ശ്ലോകം പ്രഭു കോട്ട് ചെയ്യുന്നുണ്ട്. അത് 7ാമത്തെ കാൻറ്റോ പ്രഹ്ലാദ സ്തുതി എന്നുള്ളതാണ്. അതായത് ഈ പ്രഹ്ലാദന്റെ എന്താണ് ഗുരുകുലത്തിലുള്ള ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് പറയുന്ന ഒരു ശ്ലോകമാണ്. അതായത് ഒരു മനുഷ്യൻ, ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ്, അതെ മനുഷ്യൻ ഭക്തി ചെയ്യണം. ഭഗവത് ധർമ്മം, അതായത് ഭക്തി പ്രാക്ടീസ് ചെയ്യണം. എപ്പോ തൊട്ട് പ്രാക്ടീസ് ചെയ്യണം? കുഞ്ഞിലെ തൊട്ടേ പ്രാക്ടീസ് ചെയ്യണം. എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ ദുർലഭം മനുഷ്യജന്മം, നമ്മുടെ മനുഷ്യജന്മം കിട്ടാൻ ഭയങ്കര ദുർലഭമാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചൈൽഡ്ഹുഡ് നമുക്ക് ഓർമ്മ വെക്കുന്നതിനേക്കാളും മുമ്പ് തൊട്ട് നമ്മൾ ഭക്തി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, തുടങ്ങണം. ഇനി എന്തുകൊണ്ട് അത്രയും നേരത്തെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നേ? നമ്മൾക്ക് നമ്മുടെ ഹ്യൂമൻ മനുഷ്യജന്മം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതല്ല. നമുക്കൊരു കാലയളവുണ്ട്. അത്രയും നാള് മാത്രമേ നമുക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടെമ്പററി ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചാൻസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ശ്രീമദ് ഭാഗവതത്തിനകത്ത് 7:6:1 7ാമത്തെ കാൻറ്റോ 6ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് ഈ മൃത്യു അല്ലെ മരണം എന്ന് പറയുന്നത് ഭയങ്കര ഭയം തോന്നിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഒരു ഭക്തൻ മരണത്തെ കാണണം എന്നുള്ളതും കൂടെ അവസാനത്തിൽ ഒന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്. അതായത് ഒരു പൂച്ച, അമ്മ പൂച്ചയുടെ വായില് ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നതും അമ്മ പൂച്ചയുടെ വായില് ഒരു ആ, എന്താണ് എലി ഇരിക്കുന്നതും രണ്ടും വ്യത്യാസമല്ലേ? അതായത് ഈ ഭക്തന്മാർക്ക് മരണം എന്ന് പറയുന്നത് ഈ അമ്മ പൂച്ചയുടെ വായിലിരിക്കുന്ന പൂച്ചക്കുട്ടി പോലാണ്. അതായത് നമുക്ക് ഇപ്പം ആ പൂച്ചക്കുട്ടിക്ക് അറിയാം ഈ അമ്മയുടെ വായിൽ അത് സേഫ് ആണെന്ന്. അതുപോലെ തന്നെ നമുക്ക് മരണം എന്ന് പറയുന്നത്, അല്ലെ ഭക്തന്മാർക്ക് മരണം എന്ന് പറയുന്നത്, നമ്മൾ മരിച്ചില്ലാതാവോ അങ്ങനൊന്നും ചെയ്യുമല്ല. നമ്മൾ അത്രയും ഭഗവാനെ ജന്മം മുഴുവൻ നമ്മൾ ഭഗവാനെ ധ്യാനിച്ച്, ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഇതൊക്കെ ചെയ്യുന്നത് നമ്മള് ഈ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ ഭഗവാന്റെ അടുത്ത് സ്ട്രെയിറ്റ് പോകാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ മരിച്ച് നെക്സ്റ്റ് ബോഡി എടുക്കുന്നില്ല അത്രയും ഭക്തി ചെയ്യുന്നവർക്ക്. നമ്മള് മരിച്ച് എന്താ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ അങ്ങനെ കുഴപ്പമില്ല എന്ന് ആരും എടുക്കണ്ട. എന്ന് വെച്ചാൽ എങ്ങാനും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭഗവാൻ എന്തുവാണെങ്കിലും അത്രയും നെക്സ്റ്റ് നമ്മുടെ ജന്മം എന്ന് പറയുന്നത് ഏതെങ്കിലും വൈഷ്ണവരുടെ എന്താണ് കുടുംബത്തിലോ വല്ലതും ജനിച്ച് നമുക്ക് ഈസി ആയിട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകുന്ന രീതിയിലുള്ള സാഹചര്യം നമുക്ക് ഭഗവാൻ ഉണ്ടാക്കി തരും. അപ്പോ ഭക്തന്മാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു അമ്മ പൂച്ചയുടെ വായിലിരിക്കുന്ന ആ പൂച്ചക്കുട്ടി പോലെ ആ പൂച്ചക്കുട്ടിക്ക് അറിയാം ഞാൻ സേഫ് ആണ് ആ അമ്മയുടെ അടുത്ത് എന്നുള്ള പോലെ നമുക്ക് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മള് ആ ഒരു ഹ്യൂമൻ ലൈഫ് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഭഗവാന്റെ അടുത്ത് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പോവാണ്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണ്? ഒരു പൂച്ചയുടെ വായിൽ ഒരു എലി ഇരിക്കുന്ന പോലെ. അതായത് ആ എലിക്ക് അറിയാം ഞാൻ ഇപ്പം എന്താണ് ഈ പൂച്ച എന്നെ കഴിച്ച് തിന്നു എന്നുള്ളത്. അതുകൊണ്ട് അല്ലാത്തവർ അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഒന്നെങ്കിൽ നരകത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും വേറൊരു ശരീരം, ഈ ശരീരം കിട്ടുന്നത് തന്നെ മനുഷ്യനായിട്ടാണോ മൃഗമായിട്ടാണോ വല്ല ചെറിയ ജീവികളായിട്ടാണോ എന്ന് എന്താണ് ഒരു ഉറച്ച് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പ്രഭുവിന്റെ ക്ലാസ്. അപ്പൊ ഇതിന്റെ അവസാനം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പാടായിട്ടുള്ള ഈ മനുഷ്യ ജന്മം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ ലൈഫ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ.